ശ്രീ കേരള സ്റ്റിന്നി, എപ്പോഴും താങ്കൾ പറയാനുണ്ട് നമ്മുടെ ഇപ്പോൾ ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തിലാവട്ടെ, നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ കാര്യത്തിലൊക്കെ താങ്കൾ എപ്പോഴും പറയാറുള്ളത് ഒരു മിലിറ്ററി എയിമിൻ്റെ കാര്യമാണ്, ഒരു മിലിറ്ററി ലക്ഷ്യത്തിൻ്റെ കാര്യമാണ്. ഇവിടെ ഇറാന്റെ ആണവ ശേഷി ഇല്ലാതാക്കും എന്ന് ഇസ്രായേൽ ആദ്യം പറഞ്ഞു, അത് ലക്ഷ്യമില്ലാതാക്കുമെന്ന് പറയുന്നു. അതിന് ഈ പറയുന്ന രീതിയിൽ ഭൂമിക്കടി ഏറ്റവും താഴെയുള്ള അത് അവസാനിപ്പിക്കണമെങ്കിൽ അമേരിക്കയുടെ ബങ്കർ ബസ്റ്റർ ബോംബ് വേണം. പുതിയ സാഹചര്യത്തിൽ ബങ്കർ ബസ്റ്റർ കൊണ്ട് അമേരിക്ക ഇടുമോ എന്ന സംശയം അവിടെയുണ്ട്. അപ്പോൾ ഗോൾ പോസ്റ്റ് മാറ്റുന്നു, നെതന്യാഹുവിനെ ഖമനയെ കൊല്ലും എന്ന് പറയുന്നു. ഇപ്പോഴും ഒരു മിലിറ്ററി എയിം ഇല്ലാതെ യുദ്ധത്തിലേക്ക് പോയാൽ ശ്രീ ജേക്കബ് തരംഗം പറയുന്നത് പോലെ, ജേക്കബ് തരംഗം പറയുന്നത് മാത്രമല്ല, നമ്മൾ റഷ്യ യുക്രൈൻ ഒറ്റയാഴ്ച എന്ന് പറഞ്ഞ യുദ്ധം 3 വർഷമായി. ഒന്നുമല്ലാത്ത പലസ്തീൻ ഇസ്രായേൽ യുദ്ധം ഇപ്പോഴും തുടരുകയാണ്. അതിനു മുമ്പ് ഇറാഖ് ആവട്ടെ, അഫ്ഗാനിസ്ഥാൻ ആവട്ടെ, ലിബിയ ആവട്ടെ, വർഷങ്ങൾ നീണ്ട എത്ര യുദ്ധങ്ങൾ നമ്മൾ കണ്ടതാണ്. അതിലേക്കുള്ള പോക്കിലാണോ ഈ രാഷ്ട്രങ്ങൾ, ശ്രീ എസ് ഡിന്നി? ശ്രീ ഹാഷ്മി, നമ്മൾ സംസാരിച്ചപ്പോൾ, അതായത് 2 ദിവസം മുമ്പ് സംസാരിച്ച് നിർത്തിയത് നമ്മൾ ഇതേ ചോദ്യത്തിലായിരുന്നു. അതായത് ഈ യുദ്ധം എങ്ങോട്ട് പോകും എന്നുള്ള രീതിയിലായിരുന്നു. അന്ന് ഞാനും പറഞ്ഞതായിരുന്നു, ഒരു സ്ട്രൈക്ക് കൗണ്ടർ സ്ട്രൈക്ക് എന്നുള്ള രീതിയിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ എന്നുള്ളതായിരുന്നു. അതേ രീതിയിലാണ് നമ്മളിപ്പോൾ ഒരു 48 മണിക്കൂർ കഴിഞ്ഞപ്പോഴും ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു സ്ട്രൈക്ക് നടത്തും, അതിലൊരു കൗണ്ടർ സ്ട്രൈക്ക് വരും, പിന്നീട് വീണ്ടും സ്ട്രൈക്ക്, പിന്നെ വീണ്ടും കൗണ്ടർ സ്ട്രൈക്ക്, അങ്ങനെയുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് മുന്നോട്ട് പോകുന്നത്. അവിടെയാണ് ശ്രീ ജനറൽ തരകൻ സർ പറഞ്ഞതിനകത്ത് ഞാനും യോജിക്കുന്നു. അതായത് ഈ യുദ്ധം തീരണമെങ്കിൽ, അവസാനിക്കണമെങ്കിൽ അത് ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് അവര് നിർത്തിയാൽ മാത്രമേ ഇത് തീരത്തുള്ളൂ. കാരണം ഇറാൻ അങ്ങനെ ഒരു കീഴടങ്ങൽ ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് ഒരു റെജീം ചേഞ്ച് വന്ന് എന്നിട്ട് ഒരു കീഴടങ്ങൽ നടക്കും എന്നുള്ളത് വളരെ എന്താ പറയുക, ഒരു സാധിക്കാൻ പറ്റാത്ത ഒരു കാര്യത്തിലേക്കാണ് ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് കാണുന്നത്. കാരണം അങ്ങനെ ഒരു അവസ്ഥയിലല്ല ഇപ്പോഴത്തെ സൈന്യവും അവരുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ അന്തരീക്ഷവും. അപ്പൊ ഇസ്രയേലിനെ സംബന്ധിച്ചോളം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ അവരുടെ മിലിറ്ററി എയിം എന്താണ് എന്നുള്ളതാണ്. ആ മിലിറ്ററി എയിം ന്യൂക്ലിയർ ടെക്നോളജിയെ ഇറാന്റെ ഡിസ്ട്രോയ് ചെയ്യുകയാണെങ്കിൽ അവര് ഇപ്പം ക്ലെയിം ചെയ്യുന്നത് അവരുടെ ആ സർഫേസിലുള്ള ഇൻസ്റ്റാളേഷൻസിലൊക്കെ ധാരാളം നാശനഷ്ടങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ എന്നാലും കംപ്ലീറ്റ് ആയിട്ട് ഇറാനിന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് തകർക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതും അവർക്കറിയാം. അപ്പൊ ഇത് എത്ര നാൾ എടുക്കും എന്നുള്ളതാണ് അതിന്റെ ചോദ്യം. അവിടെയാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഇന്നത്തെ ഒരു പ്രസ്താവന, അതായത് ഞാൻ ഇതിനകത്ത് ചേരണ്ടേ, യുദ്ധത്തിന്റെ പങ്ക് ചേരണോ വേണ്ടെന്ന് അടുത്ത 2 ആഴ്ച കഴിഞ്ഞിട്ട് ഞാൻ തീരുമാനിക്കുന്ന പറഞ്ഞത്. അപ്പൊ ഈ 2 ആഴ്ച എന്ന് പറഞ്ഞാൽ തന്നെ എത്ര ദിവസമായി നോക്ക്, 14 ദിവസം ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി കാത്തിരിക്കുക. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അമേരിക്ക ഇസ്രയേലിന്റെ അടുത്ത് ഈ 2 ആഴ്ച ഇതേപോലത്തെ രീതിയിലേക്ക് തുടരാനുള്ള ഒരു അനുവാദം തന്നെ അല്ലേ അത്? അപ്പൊ 2 ആഴ്ച ഒന്നി അതൊരു സ്ട്രാറ്റജി ആവാം, ചിലപ്പോൾ നാളെയോ മറ്റന്നാളോ US ചിലപ്പോൾ ഇതിനകത്ത് പങ്കുചേരാം, അല്ലെങ്കിൽ ഒരു നെഗോസിയേഷന് വേണ്ടിയുള്ള ഒരു ടാക്ടിക്സ് ആവാം. പക്ഷെ 14 ഡേയ്സ് വരെ ഡൊണാൾഡ് ട്രംപ് പറയാണ് ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ തീരുമാനിക്കാമെന്ന് പറയുമ്പോൾ അവരുടെ കാൽക്കുലേഷൻസിലും ഇത് ഒരു 2 ആഴ്ചക്കൂടെ പൊയ്ക്കോട്ടെ, എത്രമാത്രം അടി പോകുന്നു നമുക്ക് നോക്കാം, ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഇറാനെ എത്രമാത്രം ഡീഗ്രേഡ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലേക്ക് നോക്കാം എന്നുള്ള ഒരു രീതി. അപ്പം എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ടിങ് പറഞ്ഞ കാര്യം തന്നെയാണ്, ഒരു സ്ട്രൈക്ക് അത് ഒരു കൗണ്ടർ സ്ട്രൈക്ക്. കാരണം ഇറാൻ ആയാലും ഇസ്രായേൽ ആയാലും ഏകദേശം അവരുടെ ധാരാളം, ഇപ്പൊ ഇറാന്റെ കയ്യിൽ ബാലിസ്റ്റിക് മിസൈൽ ആണെങ്കിൽ ഇസ്രായേലിന്റെ കയ്യിൽ എയർഫോഴ്സ് ആണ്. കാരണം ഗ്രൗണ്ട് ഓപ്പറേഷൻസിന് അവിടെ യാതൊരു പ്രസക്തി ഇല്ലല്ലോ. അപ്പൊ എയർഫോഴ്സ് വെച്ച് ഇസ്രായേൽ സ്ട്രൈക്ക് ചെയ്യുന്നു, ബാലിസ്റ്റിക് മിസൈൽസ് വെച്ചിട്ട് ഇറാൻ സ്ട്രൈക്ക് ചെയ്യുന്നു. അതിനകത്ത് നാശനഷ്ടങ്ങൾ 2 ഭാഗത്തും ഉണ്ടാവുന്നു. അപ്പൊ അതൊക്കെ ഡിബേറ്റബിൾ ആണ്, ആർക്കാണ് കൂടുതൽ വന്നത് അല്ലെങ്കിൽ ഏതൊക്കെ. അതൊക്കെ ആക്ച്വലി പറഞ്ഞാൽ അതിനൊരു മനുഷ്യത്വം ഇല്ലാത്തൊരു രീതി തന്നെയാണ്. ഇവിടെ ഒരു കണക്കല്ലല്ലോ, ഇവിടെ 10 പേര് മരിച്ചു, അവിടെ 30 പേര് മരിച്ചപ്പോ ഇവർക്കാണ് കൂടുതൽ, അങ്ങനെയുള്ള കണക്കിന് ഒരു പ്രസക്തി ഇല്ല. മരിക്കുന്നൊക്കെ സാധാരണക്കാർ തന്നെ ആയിരിക്കും. 2 ഭാഗത്തും കാഷ്വാലിറ്റീസ് ഉണ്ടാവും, 2 ഭാഗത്തും പ്രശ്നം ഉണ്ടാവും. അപ്പൊ ഇത് ബാക്കി റഷ്യ, ചൈന പോലത്തെ രാജ്യങ്ങൾ നേരിട്ട് വന്ന് ഇടപെട്ട് എന്തെങ്കിലും തടഞ്ഞില്ലെങ്കിൽ അതും അവർക്ക് തടയാൻ പറ്റുമെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല അത് സാധിക്കുന്ന കാര്യമാണെന്ന്. പക്ഷെ ഇത് ഇപ്പോഴത്തെ ഒരവസ്ഥ വെച്ച് ഇതുപോലെ മുന്നോട്ട് പോകാൻ തന്നെയാണ് സാധ്യത. അതായത് അവിടുന്ന് സ്ട്രൈക്ക് നടത്തും, ഇവിടുന്ന് കൗണ്ടർ സ്ട്രൈക്ക് വരും, ഇവിടുന്ന് സ്ട്രൈക്ക് ചെയ്യും, അപ്പൊ അവിടുന്ന് കൗണ്ടർ സ്ട്രൈക്ക് വരും. ആ രീതിയിലേക്കുള്ള ഒരു പോക്കായിട്ടാണ്. അതിന്റെ ലെവൽ പതുക്കെ കൂടുന്നതാണ്. ഇപ്പം ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇന്ന് ക്ലസ്റ്റർ ബോംബ് ഉപയോഗിച്ചതായിട്ടുള്ള ഇതുണ്ട്. അതായത് ഇസ്രായേലിന്റെ ഹോസ്പിറ്റലിനെ ടാർഗറ്റ് ചെയ്തപ്പോൾ ക്ലസ്റ്റർ ബോംബാണ്. ഈ ക്ലസ്റ്റർ ബോംബ് യഥാർത്ഥത്തിൽ ബാൻഡ് ചെയ്ത ബോംബാണ്, അത് യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷെ അമേരിക്ക യൂസ് ചെയ്യാറുണ്ട്, ഇസ്രായേൽ യൂസ് ചെയ്യാറുണ്ട്, റഷ്യ യൂസ് ചെയ്യാറുണ്ട്, ഇപ്പം ഇറാനും യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ എല്ലാവരും യൂസ് ചെയ്യുന്ന ബോംബുകളാണ്. അതിനകത്തും ഈ ക്ലസ്റ്റർ ബോംബിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ അത് അന്തരീക്ഷത്തിൽ പൊട്ടിയിട്ട് അത് എല്ലായിടത്തും പോകും. അവിടെയും പിന്നീട് ചിലപ്പോൾ മാസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ചില പൊട്ടുന്നത്. അപ്പൊ അതൊക്കെ സാധാരണക്കാരായ ആളുകളുടെ തരക്കും ഈ പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ആ രീതിയിലേക്കുള്ള ഒരു യുദ്ധത്തിലേക്ക് പോകുമ്പം നാശനഷ്ടങ്ങൾ ഇനിയും കൂടാനുള്ള ചാൻസേ ഉള്ളൂ. അതല്ലാതെ ഒരു വെടിനിർത്തൽ അല്ലെങ്കിൽ ഒരു ഇത് വേണമെങ്കിൽ ഇസ്രയേല്
കൺഫേം ചെയ്യാണ് ഞങ്ങൾ എല്ലാം നശിപ്പിച്ചു, അല്ലെങ്കിൽ ഞങ്ങൾ ഏത് മിലിറ്ററി എയിമിലേക്കാണ് ഞങ്ങൾ ഇറങ്ങിത്തിരിഞ്ഞത്, അത് ഞങ്ങൾക്ക് നേടി എന്ന് പറയുകയാണെങ്കിൽ ചിലപ്പോൾ അത് നിൽക്കും. പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ലോകം അത് വിശ്വസിക്കോ എന്ന്, അല്ലെങ്കിൽ അവരുടെ ജനത തന്നെ അത് വിശ്വസിക്കോ എന്നുള്ള ഒരു വലിയ ചോദ്യമുണ്ട് ശ്രീ ഹാഷ്മി. യെസ്,